തോരന്, അവിയലിന്, കറിക്ക് ഇവയ്ക്കുള്ള പച്ചക്കറികളൊക്കെ ഞാൻ അരിയാൻ പോവുകയാണ്. കഴുകി ഒന്ന് വൃത്തിയാക്കാം. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി കരിഞ്ഞ് വെച്ചേക്കുകയാണ്. സവാള, പച്ചമുളക്, വെണ്ടയ്ക്ക വൃത്തിയാക്കി അരിഞ്ഞ്. ഈ സമയം നമ്മുടെ അവിയലിൽ വെച്ചിരുന്നത് തിളച്ചിട്ടുണ്ട്. ഇനിയും അരപ്പ് തയ്യാറാക്കാം. ബീറ്റ്റൂട്ട് തോരൻ വെക്കാനാണ്. ബീറ്റ്റൂട്ട് ഒരെണ്ണം, 4 പച്ചമുളക്, സവാള ഇത്രയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തോരൻ വയ്ക്കാൻ പോകാം. ഇപ്പോഴേ അവിയലിൽ അരയ്ക്കാനായിട്ട് ഞാൻ തേങ്ങ, ജീരകം ഇത്രയും എടുത്തിട്ടുണ്ട്. അവിയൽ വേവിക്കാൻ ഞാൻ വെച്ചപ്പോഴേ പച്ചമുളകും മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടായിരുന്നു. പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ പച്ചമുളകോ ചുവന്ന മുളകോ ഒന്നും അരയ്ക്കുന്നില്ല. അപ്പോഴേ ഉള്ളി ഇത് മാത്രം, ജീരകവും തേങ്ങയും മാത്രം. അപ്പം ഒന്ന് അരഞ്ഞു പോകണ്ട, അധികം ഒന്ന് ചതച്ച് ഞാനിന്ന് എടുക്കുകയാണ്. വെന്ത് വെച്ചേക്കുന്ന അവിയലിലോട്ട് ഞാൻ അരച്ചുകൊണ്ട് വന്ന അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും അരപ്പടിയിലോട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം പച്ചക്കറിക്കൂട്ടുകൾ ഒന്ന് തവി കൊണ്ട് അമർത്തി ഒന്ന് അടച്ച് ഒന്നുകൂടെ ഒന്ന് ചെറുതീയിൽ വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ തൈരാണ് ഒഴിക്കുന്നത്. മാങ്ങ ഇടുകയോ പുളി ഇടുകയോ ചെയ്യാം. ഇനിയും ബീറ്റ്റൂട്ട് തോരൻ തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം. അതോടൊപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കിനും അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട്, പച്ചമുളക്, സവാള ഇവയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വഴറ്റാം. ഒന്ന് വഴലുന്നതിന് വേണ്ടി അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. ഇവിടെ അടച്ചു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് കൂട്ട് നന്നായി വഴന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങായ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അമുക്കി വീണ്ടും അടച്ചു വയ്ക്കാം വേകാനായിട്ട്. ഇവിടെ എൻ്റെ ഈ അവിയൽ സ്വല്പം വെന്ത് പോയി. ഇതിലും വേവ് കുറച്ച് എടുത്താൽ മതിയായിരുന്നു. ഇപ്പോഴേ ഞാൻ തൈരും പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇതിൻ്റെ മണവും ടേസ്റ്റും നഷ്ടപ്പെടാതെ നമുക്ക് അടച്ചു വയ്ക്കാം. ഇവിടെ ബീറ്റ്റൂട്ട് തോരന് റെഡി ആയിട്ടുണ്ട്. ഇത് ഊർന്ന് കിടക്കുന്ന തോരൻ. വെന്തിട്ടില്ല എന്നല്ല, കുഴഞ്ഞു പോയിട്ടില്ല. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കാൻ പോവുകയാണ്. എൻ്റേതായ ശൈലിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഉള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവ വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടെ ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വഴറ്റിയെടുക്കാം.
മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ ഇത് ഏകദേശം ഒന്ന് ഇതിൻ്റെ അകത്തെ വഴുവഴുപ്പും മാറിയ ശേഷമാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഞാൻ ഇട്ട് കൊടുത്തത്. ഈ സമയം വേണമെങ്കിൽ വറ്റൽമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഞാൻ വറ്റൽമുളകല്ല ചതച്ചത് ഇട്ട് കൊടുക്കുന്നത്, കുരുമുളക് പൊടിയാണ്. അതിൻ്റെ എരിവാണ് എനിക്കിഷ്ടം. അപ്പോഴേ അതിട്ട് കൊടുക്കാം. ഇതാ ഇനിയും എല്ലാം കൂടെ ഇളക്കി ചെറുതീയിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. അങ്ങനെ എൻ്റെ ഉച്ചയൂണ് ഇന്നത്തെ ഇവിടെ തയ്യാറായി. മോരുകറിയാണ് ഞാൻ വെച്ചത്. അപ്പോഴേ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്നോടൊന്ന് കൂട്ടുകൂട്ടണം. അപ്പോഴേ അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. താങ്ക് യു.